നമസ്കാരം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി ഹോർമോസിൽ കൂടി വളരെ ലിമിറ്റഡ് കപ്പലുകൾ മാത്രമേ ഇപ്പോൾ കടന്നു പോകുന്നുള്ളൂ. അതായത് ഇറാന്റെ കപ്പലുകളും ഇറാന്റെ ഫ്രണ്ട്ലി കൺട്രികളുടെ കപ്പലുകളും അതുപോലെ ഇറാൻ അനുവദിച്ച കപ്പലുകളും മാത്രം. എന്നാൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ വെച്ച് US ഇറാൻ സമാധാന ചർച്ച പരാജയപ്പെട്ടപ്പോൾ ട്രംപ് ഒരു പുതിയ നീക്കവുമായി വന്നിരിക്കുകയാണ്. ഇനി ഹോർമോസ് അമേരിക്ക ഭരിക്കും. ഓൾറെഡി അമേരിക്കയുടെ നാവി കപ്പലുകൾ ഹോർമോസിൽ എത്തിക്കഴിഞ്ഞു. ഇറാനിലേക്ക് പോകുന്നതും വരുന്നതുമായ എല്ലാ കപ്പലുകളും അതുപോലെ ഇറാൻ അനുവദിച്ച് കടന്നു പോകുന്ന മറ്റ് കപ്പലുകളും ഇനി അമേരിക്ക തടയും. അതായത് ഹോർമോസ് ഒരു കംപ്ലീറ്റ് ക്ലോസ് ആവാൻ പോവുകയാണ്. ഇന്നലെ തിങ്കളാഴ്ച രാത്രി 7:30 ഈ ബ്ലോക്കേഡ് ആരംഭിക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇനി ട്രംപ് ഹോർമോസ് കംപ്ലീറ്റ് ആയിട്ട് അടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് എങ്ങനെയാണ് ബാധിക്കുക? നമുക്ക് ഇന്ത്യയിൽ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. 7 ലക്ഷം ബാരൽ പെർ ഡേ ആണ് ഇന്ത്യയുടെ പ്രൊഡക്ഷൻ. എന്നാൽ നമ്മുടെ കൺസംഷൻ ഉപയോഗം 50 ലക്ഷം ബാരൽ പെർ ഡേ ആണ്. അതായത് 43 ലക്ഷം ബാരൽ പെർ ഡേ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതായി വരുന്നു. ഇതിൽ 40% മിഡിൽ ഈസ്റ്റും 35% റഷ്യ, 7% അമേരിക്ക, 5% വെസ്റ്റ് ആഫ്രിക്ക, 3% ബ്രസീൽ. എന്തായാലും ഇന്ത്യ ഈ ഇമ്പോർട്ടിന്റെ കാര്യത്തിൽ ഡൈവേഴ്സിറ്റി കീപ്പ് ചെയ്തത് വളരെ നന്നായി. അല്ലെങ്കിൽ ഈ ഹോർമോസിന്റെ ഈ കംപ്ലീറ്റ് ക്ലോഷർ നമുക്ക് ഇന്ത്യയിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയാണ്. എന്നിരുന്നാലും ഈ ഹോർമോസിന്റെ ഈ കംപ്ലീറ്റ് ക്ലോഷർ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് കൂട്ടും. ഓൾറെഡി $100 മേലെ പോയി കഴിഞ്ഞു. ഇത് ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ, ജെറ്റ് ഫ്യൂവൽ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഹൈക്കാവും. വിലക്കയറ്റം, ഇൻഫ്ലേഷൻ ഇതെല്ലാം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇനി LNGയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 60% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. ബാക്കി 40% അമേരിക്ക, ഓസ്ട്രേലിയ, വെസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും. അപ്പോൾ ഈ ഹോർമോസിന്റെ ഇപ്പോഴത്തെ ഈ ക്ലോഷർ ഇന്ത്യയിലേക്കുള്ള 50% LNG ആണ് ബ്ലോക്കായിരിക്കുന്നത്. ഇന്ത്യയിൽ LNG മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രീസിലും പവർ ജനറേഷനും അതുപോലെ CNG വെഹിക്കിൾസിലും കുക്കിംഗ് ഗ്യാസിലുമാണ്. LNGയുടെ ക്ഷാമം ഇന്ത്യയിൽ വന്നാൽ അത് എത്രത്തോളം രൂക്ഷമായിരിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഹോർമോസിന്റെ ഇപ്പോഴത്തെ ഈ കംപ്ലീറ്റ് ക്ലോഷറും കഴിഞ്ഞ ദിവസം US ഇറാൻ സമാധാന ചർച്ച പരാജയപ്പെട്ടതും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഹോർമോസിൽ കുടുങ്ങിക്കിടക്കുന്ന 2000-ഓളം കപ്പലുകളും അതിലെ 20,000-ഓളം ജീവനക്കാരുടെയും ഹോർമോസ് ഇന്ന് തുറക്കും നാളെ തുറക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇല്ലാതായിരിക്കുന്നത്. ഒരു ഫുൾ കാർഗോ പെട്രോൾ നിറച്ചിരിക്കുന്ന ഒരു കപ്പൽ അല്ലെങ്കിൽ LNG നിറച്ചിരിക്കുന്ന ഒരു കപ്പൽ, അതും യുദ്ധഭൂമിയിൽ, അതിലിരിക്കുക എന്നുള്ളത് എത്ര വിഷമമുള്ള കാര്യമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹോർമോസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ള ട്രംപിന്റെ ഈ പുതിയ തീരുമാനവും അതേപോലെ അവിടെ യുദ്ധക്കപ്പലുകൾ അയച്ചതും യുദ്ധ തീവ്രത കൂട്ടുമോ? അല്ലെങ്കിൽ ഇനിയും സമാധാന ചർച്ചകളിലൂടെ എല്ലാം ശാന്തമാകുമോ? വരാനിരിക്കുന്ന നാളുകൾ നല്ലതായിരിക്കാൻ വേണ്ടി നമുക്കെല്ലാം പ്രതീക്ഷിക്കാം. താങ്ക് യു.